ഹലോ, ഇന്ന് രാവിലെ ഡോറിൽ മുട്ട് കേട്ടാണ് കേട്ടോ ഞങ്ങൾ എഴുന്നേറ്റത്. അങ്ങനെ ഹരിയേട്ടൻ ഡോർ തുറന്നപ്പോൾ ദാ നിൽക്കുന്നു പീക്കിരി ജാനു. പീക്കിരി ജാനു എന്ന് ഞാൻ വിളിച്ചത് വേറെ ആരെയല്ല കേട്ടോ, നമ്മളുടെ ആമിക്കുട്ടി തന്നെയാണ്. ആളുറക്കെ എണീച്ച് കഴിഞ്ഞാൽ നേരെ ഓടി വരുന്നത് ഞങ്ങളുടെ റൂമിലേക്കാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, കുടുവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആൾ വന്നതാ നേരെ കട്ടുമ്മേ വലിച്ച് കയറിയിട്ട് ഉറങ്ങി കിടക്കുവാണെങ്കിൽ കുടുവിനെ വിളിച്ചെഴുന്നേപ്പിക്കും. അഥവാ കുടു എണീറ്റ് കിടക്കുകയാണെങ്കിൽ ഇതാണ് അവസ്ഥ. ആള് ഭയങ്കര കെയറിങ് ആണ്. കുടുവിന് ഡ്രസ്സൊന്നും എടുത്ത് വായി വെക്കാൻ സമ്മതിക്കില്ല. കളിപ്പാട്ടങ്ങളൊക്കെ ആണെങ്കിലും കുടു എടുത്ത് വായി വെക്കുകയാണെങ്കിൽ അതൊക്കെ ചീത്തയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആൾ പറഞ്ഞു കൊടുക്കും. രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം ഇതേപോലെ കെട്ടിപ്പിടിച്ച് കിടക്കാനായിട്ട് ചെയ്യുന്നത്. കാരണം രണ്ടുപേർക്കും ഉറക്കം മാറി വരുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അത് കാരണം കെട്ടിപ്പിടിച്ച് കുറേ സമയം ഇങ്ങനെ കിടക്കും. പിന്നെ അവരുടേതായ ഭാഷയിൽ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാണാം. നമ്മൾക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. കണ്ടോ, അവൾ കാണിക്കുന്നതിനൊപ്പം ഇവളും കാണിക്കും. കാരണം അവൾ കാണിക്കുന്നത് ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് എന്തായാലും മനസ്സിലാവുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്ന് കപ്പയും മുളകും ആയിരുന്നു കേട്ടോ. പിന്നെ കട്ടൻ ചായ ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ പറിച്ച കപ്പ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിൻ്റെ ബാക്കി ഇന്ന് രാവിലെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും ഇടത്തേക്ക് കിച്ചണിൽ എന്തെങ്കിലും പണിയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിലൊക്കെ ഇതേപോലെ താഴത്ത് വിരിച്ചിട്ട് ഇങ്ങനെ കിടത്തും. രണ്ടുപേരെയും കിടത്തും. രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചോളൂ കേട്ടോ. വേറെ വഴക്കും കാര്യങ്ങളൊന്നുമില്ല. ഒരു കളിപ്പാട്ടം കൊടുത്താൽ മതി. കണ്ടില്ലേ, ഒരു കളിപ്പാട്ടം കൊടുത്താൽ മതി. മറ്റേ ആൾ അത് കളിപ്പിച്ച് കാണിക്കും, ഈ ആൾ നോക്കി കിടന്നോളും. കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇടിയും വലിയായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ബർത്ത്ഡേ പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നമ്മളിതാ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അമ്മയുടെ കടവിൽ മീൻ വെട്ടുമായിരുന്നു. അങ്ങനെ അമ്മയുടെ വന്നിട്ട് ഞങ്ങൾ ടാറ്റയും പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകണം. നമുക്ക് നടന്ന് പോകാൻ മതി കേട്ടോ, കുറച്ച് ദൂരമേ ഉള്ളൂ, കുറച്ച് അപ്പുറം തന്നെയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഐജോസിനെ കണ്ടുവിട്ടാൽ മരുന്നടിക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടോടുകൂടി ആൾക്കാകെ ഒരു ഷെയിമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാട്ടോ ഞാൻ ഫോൺ കൊണ്ടുവന്നപ്പോഴത്തേന് നേരെ മാറിക്കളഞ്ഞത്. വേറെ ഒന്നുമല്ല, നല്ല വീഡിയോ ആയിരുന്നു പറഞ്ഞു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ, അതിൽ തന്നെ വലിയ കാര്യം. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടക്കാണ്. കുറച്ചുകൂടി ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നടക്കാണ്. ഹരിയാന ഓട്ടത്തിന് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറഞ്ഞു. ഞാനും ഉണ്ണിച്ചേട്ടനും ഏട്ടത്തെയും ആമയും കൂടിയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ വീട്ടിലെത്തി. കറക്റ്റ് സമയത്താട്ടോ ഞങ്ങൾ ചെന്നത്. മരം ഒരുക്കിയിട്ട് വരുന്ന കാരണം എപ്പോഴും ലേറ്റ് ആവാറുണ്ട്. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് കറക്റ്റ് കേക്ക് കട്ടിങ്ങിന് ടൈമായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. കുറച്ച് സമയം അവിടെ പുറത്ത് വർത്താനൊക്കെ പറഞ്ഞു നിന്നു കേട്ടോ. അങ്ങനെ അന്തുപ്പനും എല്ലാവരും നമ്മുടെ അടുത്ത് തന്നെയാണല്ലോ, അപ്പോൾ അവരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കുടുവിനെ അവൻ്റെ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഹരിയേട്ടൻ വന്നിട്ടോ. ഹരിയേട്ടൻ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുള്ളൂ. ഭയങ്കര കരച്ചിലായിരുന്നു, കാരണം ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോന്നു. അവിടെ വെച്ചോളൂ ഭയങ്കര കരച്ചിലായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്നതാ ഇങ്ങനെ കിടത്തിയപ്പോഴാട്ടോ ആൾ ഓക്കെ ആയത്. പിന്നെ എൻ്റെ വീട്ടിലെ പോലെ ലവ് ലെറ്റർ ഞാൻ ഇവിടെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കൊളാബ് കിട്ടിയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ആയിരുന്നല്ലോ നേരത്തെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ഞാൻ ഇവിടെ സെറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.